ഹായ് ഓൾ, ഞാനിപ്പോൾ കൊടുങ്ങല്ലൂർ സൈഡിലാണുള്ളത്. അപ്പോൾ നമ്മുടെ സൈഡിൽ ബേ വിൻഡോയുടെ സ്ലാബ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബേ വിൻഡോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സ്റ്റേണൽ വാളിലോട്ട് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വിൻഡോ ആണ്. ആ വിൻഡോയോട് നമ്മൾ ഉള്ളിലോട്ട് കൂടുതൽ വെന്റിലേഷൻ വരാനും പിന്നെ അവിടെ ഒരു ചെറിയൊരു സീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യാനും കൂടിയാണ് ബേ വിൻഡോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ലാബ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു 40 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ്. താഴെ ബെൽറ്റ് ലെവലിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ചെറിയൊരു ഹാക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ, ഈ ബേ വിൻഡോ സാധാരണ കൊടുക്കുമ്പോൾ നമ്മുടെ വോള് എക്സ്റ്റേണലിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ, അതായത് നമ്മുടെ സ്ലാബിൻ്റെ എൻഡിലാണ് നമ്മൾ വോള് വയ്ക്കുക. അപ്പോൾ ഈ വോള് കനം കൂടുമ്പോൾ നമുക്കവിടെ ഇൻറ്റേർണൽ സ്പേസ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഇൻറ്റേർണൽ സ്പേസ് മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വോളിൻ്റെ ഭാഗത്ത് ഒരു സ്ലാബ് തന്നെ കാസ്റ്റ് ചെയ്തു. അപ്പോൾ സ്ലാബ് ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ കോൺക്രീറ്റ് സ്ലാബ് തന്നെയാണ് വോളായിട്ട് ഇവിടെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വിൻഡോയുടെ താഴെ വരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മുകളിലോട്ട് വിൻഡോ വെച്ചിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ബാക്കി ചെയ്യും. ഇപ്പോൾ ഇവിടെ സ്ലാബ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, അതായത് വിൻഡോയുടെ താഴെ സ്ലാബ് ആക്കിയപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് മാക്സിമം നമുക്കൊരു കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ വോളിൽ നിന്ന് ഒരു 10 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 10 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ കിട്ടുമ്പോൾ മാക്സിമം നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ സ്പേസും കിട്ടും. കൂടാതെ ഈ സീറ്റിങ്ങിൽ നമ്മുടെ ഫൂട്ട് താഴെ വാളിലേക്ക് ടച്ച് ചെയ്യാതിരിക്കും. അപ്പോൾ കുറച്ചുകൂടി സീറ്റിംഗ് കപ്പാസിറ്റിയിൽ കുറച്ചുകൂടി കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, വേറൊരു വിൻഡോ നമ്മൾ ഒരു 2 മീറ്ററിൻ്റെ വിൻഡോണ് യൂസ് ചെയ്യുന്നത്, അതായത് ഒരു 4 പാളി വിൻഡോണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് ഇതിൻ്റെ അത് വേണമെങ്കിൽ 2 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പോൾ ബുക്കൊക്കെ വായിക്കുന്ന ആളാണെങ്കിൽ ബുക്കൊക്കെ വായിച്ചിരിക്കാനും, ജസ്റ്റ് ഒരു വേണമെങ്കിൽ ജസ്റ്റ് ഫുള്ളായിട്ട് കിടന്ന് തന്നെ റെസ്റ്റ് ചെയ്യാനും പറ്റും. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ എക്സ്റ്റേണൽ വാളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന ഭാഗത്ത് 2 ലിൻഡൽ കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു കാൻലിവർ ലിൻഡൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലോഡ് കൂടുതൽ വരുന്നതുകൊണ്ടും ഇതിൻ്റെ ഒരു കൗണ്ടറാക്ട് ആക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലിൻഡൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ തന്നെ നമുക്ക് ബേ വിൻഡോ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി എഫിഷ്യൻ്റായിട്ട് മോർ സ്പേസ് മോർ എലഗൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇരിക്കുന്ന